മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള നിർണായക ചർച്ചകൾ ഇനി ഡൽഹിയിലാണ്. കേരളത്തിൽ നിന്ന് മടങ്ങിയ AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ MLA-മാരുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം അടങ്ങിയ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിക്കും. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ചർച്ചകൾക്കായി നേതാക്കളെ ഡൽഹിക്ക് വിളിക്കും. അർജുൻ പീതാംബരനുണ്ട് ഡൽഹിയിൽ നിന്ന്, ഒപ്പം ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്നും. നമ്മൾ ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, ഇന്നലെ AICC നിരീക്ഷകർ കേരളത്തിലെത്തിയിരുന്നു. ഓരോ MLA-മാരുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചു, ഘടകകക്ഷി നേതാക്കളുമായൊക്കെ സംസാരിച്ചു. അവരിൽ നിന്നെല്ലാം ലഭിച്ച വിവരങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കും. ഏതു നിലയിലായിരുന്നു ഇന്നലത്തെ കൂടിക്കാഴ്ചകൾ? MLA-മാരുടെ കാര്യത്തിൽ അവരുടെയൊക്കെ ഒരു പിന്തുണ ആർക്കൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഈ കോൺഗ്രസിന്റെ കേരളം മുഖ്യമന്ത്രി തീരുമാനത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നടപടികൾ നിരീക്ഷകർ ആ റിപ്പോർട്ട് രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും നൽകുക എന്നുള്ള കാര്യമാണ്. അതിനുശേഷമായിരിക്കും ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. നിലവിലുള്ള അവസ്ഥയനുസരിച്ച് ഏറ്റവും കൂടുതൽ പിന്തുണ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണുള്ളത്. 47 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യമാണ് KC ക്യാമ്പ് അവകാശപ്പെടുന്നത്. തൊട്ടുപുറകിൽ തന്നെ 35 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം VD സതീശൻ പക്ഷം അവകാശപ്പെടുന്നുണ്ട്. 28 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല പക്ഷവും എന്തായാലും അവകാശപ്പെടുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും മുന്നിലേക്ക് വരികയാണ്. പിന്നീട് അവരാണ് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കുക. മാത്രമല്ല, നേതാക്കളെ, അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇപ്പോൾ ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുള്ള 3 നേതാക്കൾ, അതിൽ KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ ഉണ്ട്. മറ്റു 2 പേരെയും കൂടി ഒരുപക്ഷെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച ശേഷം തീരുമാനമെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ എന്തായാലും കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖാർഗെക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഇപ്പറയുന്ന റിപ്പോർട്ട് നിരീക്ഷകർ നൽകുക. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും MLA-മാരുടെ പിന്തുണ മാത്രമായിരിക്കില്ല ഒരുപക്ഷെ ഹൈക്കമാൻഡ് പരിഗണിക്കുക എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ചും ഘടകകക്ഷികളുടെ അഭിപ്രായം മുന്നിലേക്ക് വരും. അതായത് VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നുള്ള കാര്യമാണ് UDF-ലെ മറ്റ് ഘടകകക്ഷികളെല്ലാം തന്നെ ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദം. അക്കാര്യം കൂടി ഒരുപക്ഷെ ഹൈക്കമാൻഡ് പരിഗണിക്കും. ഒപ്പം തന്നെ വലിയ തോതിൽ ജനവികാരവും നിലവിൽ ഉരുത്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇക്കാര്യമെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയത്ത് അതെല്ലാം തന്നെ ഹൈക്കമാൻഡ് പരിഗണിക്കും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞായറാഴ്ച മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ ഹൈക്കമാൻഡിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് മുന്നോടിയായി എന്തായാലും നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തും. അവരുമായിട്ടും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഒരു വട്ടമെങ്കിലും ചർച്ച നടത്തുമെന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ സമവായത്തിലൂടെ വലിയ തർക്കങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ ഒന്നും തന്നെ പോകാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക, പ്രഖ്യാപിക്കുക, പിന്നീട് മറ്റ് നടപടികളുമായി സത്യപ്രതിജ്ഞ നടപടികളും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരുടെ കാര്യങ്ങളിൽ തീരുമാനിക്കണം. ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിസ്ഥാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കോൺഗ്രസും UDF-ഉം കടക്കും. അതിന്റെ ആദ്യ ചടങ്ങ് അല്ലെങ്കിൽ ആദ്യ നടപടിയോടെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഞായറാഴ്ചയോടെ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്കാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായി എന്തായാലും ചർച്ചകൾ നടക്കും. ഇന്ന് ഈ നിരീക്ഷകർ അവരുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് മുൻപാകെ നൽകും. പിന്നീട് അതിൽ തീരുമാനമെടുക്കുന്നു. നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഒരു അന്തിമ തീരുമാനമായതിനു ശേഷം ഞായറാഴ്ചയുടെ പ്രഖ്യാപനം എന്നുള്ള കാര്യം തന്നെയാണ് ഡൽഹിയിൽ നിന്നും ഇപ്പോൾ പറയാൻ സാധിക്കുന്ന കാര്യം. അർജുന, ഈ 3 നേതാക്കളെ, രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനെയും അതുപോലെ തന്നെ KC വേണുഗോപാലിനെയും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം ചർച്ചയ്ക്ക് ശേഷമാകുമല്ലോ അന്തിമ തീരുമാനം. എപ്പോഴേക്ക് ഈ നേതാക്കൾ ഡൽഹിയിലെത്തും? അതോടൊപ്പം പുതിയ KPCC അധ്യക്ഷന്റെ കാര്യത്തിലടക്കം ഒരു പ്രഖ്യാപനം AICC-യിൽ നിന്ന് ഉടൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ തീരുമാനം. അത് വളരെ വൈകാതെ തന്നെ അതിന്റെ ചർച്ചകളിലേക്ക് കടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ നിരീക്ഷകർ എത്തിക്കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കും. അതിന് പിന്നാലെ ഒരുപക്ഷെ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ നാളെയോടോ കൂടെ തന്നെ ഈ പറയുന്ന നേതാക്കളെല്ലാം തന്നെ VD സതീശൻ, സണ്ണി ജോസഫ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല 3 പേരും ഡൽഹിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനുശേഷമായിരിക്കും നാളെ ശനിയാഴ്ച, അത് കഴിഞ്ഞ് ഞായറാഴ്ചയോടെ ഈ കാര്യത്തിൽ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കും എന്നുള്ള കാര്യം കൂടി. ഇതിൽ KC വേണുഗോപാലിന് 47 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ക്യാമ്പ് വാദിക്കുന്നുണ്ട്. അപ്പോൾ പോലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തും ഒരു ഗ്രീൻ സിഗ്നൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതായത് KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയായി വരേണ്ടത് എന്നുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുകയാണെങ്കിൽ പോലും അതിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഗ്രീൻ സിഗ്നൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അദ്ദേഹം നിലവിൽ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തട്ടകം ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചു നടപ്പെടും. മാത്രമല്ല ഈ സംഘടനാ തല ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരേണ്ടി വരും. ആ ഒരു കാര്യങ്ങളിലേക്ക്, ആ ഒരു തീരുമാനങ്ങളിലേക്ക്
നടപടികളിലേക്ക് കൂടി കോൺഗ്രസും ഹൈക്കമാൻഡും പോകുമോ, അത്തരമൊരു കാര്യം നടക്കുമോ എന്നുള്ള കാര്യം കൂടി എന്തായാലും ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ട്. അക്കാര്യത്തിലടക്കം കെ സി വേണുഗോപാലിന് അനുകൂലമായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അതായത് രാഹുൽ ഗാന്ധി ആ ഒരു ഗ്രീൻ സിഗ്നൽ നൽകിയാൽ മാത്രമായിരിക്കും ഈ MLA-മാരുടെ പിന്തുണ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ആ ഒരു കടമ്പ കൂടിയാണ് കെ സി വേണുഗോപാലിന്റെ മുൻപിൽ നിലവിൽ ഡൽഹിയിൽ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല, അദ്ദേഹം മുതിർന്ന നേതാവാണ്, എക്സ്പീരിയൻസ് ഉള്ള നേതാവാണ്. VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം പടനയിച്ച, അതായത് കോൺഗ്രസിനെ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്ന് ഈ തിരഞ്ഞെടുപ്പിലേക്ക്, ഈ തിരഞ്ഞെടുപ്പ് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും തദ്ദേശ തിരഞ്ഞെടുപ്പായാലും മറ്റു ഉപതെരഞ്ഞെടുപ്പെല്ലാം തന്നെ അതിൽ നയിച്ച് വിജയത്തിലേക്ക് എത്തിച്ച നേതാവാണ്. അക്കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുന്നുണ്ട് എന്തായാലും ഹൈക്കമാൻഡ്. അതിനുശേഷമായിരിക്കും ഈ നേതാക്കളുമായിട്ട് ഇക്കാര്യങ്ങളടക്കം ചർച്ച ചെയ്തിട്ടായിരിക്കും ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രി തീരുമാനിക്കുക. അതിനുശേഷം മാത്രമേ ഈ പുനഃസംഘടന അല്ലെങ്കിൽ KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടക്കുള്ളൂ. ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ശേഷം അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സർക്കാർ രൂപീകരണത്തിന് പ്രാഥമിക പരിഗണന നൽകിയതിനു ശേഷം ഒരു KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അമൽ, ഈ ഹൈക്കമാൻഡ് എന്ന് കേരളത്തിൽ പൊതുവെ പറയുമ്പോൾ അതിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് പറയപ്പെടുന്ന ആളാണ് കെ സി വേണുഗോപാൽ. ഇത്തരം ചർച്ചകളിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും എന്ന് പറയുമ്പോൾ കെ സി വേണുഗോപാൽ അതിന് എന്ത് റോളെടുക്കും, എന്ത് നിലപാടെടുക്കും എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ നിലപാടും അദ്ദേഹം ഈ വിഷയത്തിൽ, രാഹുൽ ഗാന്ധിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് പേജുകളിൽ അടക്കം മലയാളികളായ ആളുകളുടെ ഈ VDക്ക് അനുകൂലമായ ചില പ്രകടനങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ സ്വാധീനിക്കപ്പെടുമെന്ന് കാണേണ്ടതാണ്. നമുക്ക് തിരുവനന്തപുരത്തെ പോകാം. ജിബിൻ ജെബി ഉണ്ട്. ജിബിൻ, ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിൽ VDക്ക് വേണ്ടി ആളുകൾ തെരുവിലിറങ്ങുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ MLA-മാരുടെ കാര്യത്തിൽ ഇപ്പോഴും കെ സി വേണുഗോപാൽ പക്ഷത്തിനാണ് വലിയൊരു മേധാവിത്വം എന്ന നിലയിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആ നിലയിൽ വരുമ്പോൾ ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം MLA-മാരുടെ എണ്ണം, അതിൽ കൂടുതൽ പേര് ആരെ പിന്തുണയ്ക്കുന്നു എന്നത് മാത്രമാവരുത്. അതിനപ്പുറത്തേക്ക് പൊതുവിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ ഒരു വികാരം കൂടി കണക്കിലെടുത്തായിരിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഇന്നും അത്തരത്തിലുള്ള ശക്തിപ്രകടനങ്ങളും നേതാക്കളെ അനുകൂലിച്ചുള്ള ഫ്ലെക്സ് യുദ്ധങ്ങളും ഒക്കെ തുടരാനുള്ള ഒരു സാധ്യതയല്ലേ കാണുന്നത്? അത് തന്നെയാണ് കാരണം. കഴിഞ്ഞ ദിവസം ഈ KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിലും അതുപോലെ താജ് വിവാദയിലും വലിയ രീതിയിലുള്ള തിരക്കിട്ട ചർച്ചകളാണ് നടന്നത്. ആദ്യഘട്ടത്തിൽ KPCCയിൽ വെച്ച ഈ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് അതുപോലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായാണ് AICC നിരീക്ഷകർ ചർച്ച നടത്തിയത്. അവരുടെ പക്കൽ നിന്ന് ആരെയാക്കണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ അവരുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണെന്ന് ആരായും. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം താജ് വിവാദയിൽ വെച്ച് ഘടകകക്ഷി നേതാക്കളെ AICC നിരീക്ഷകർ കാണുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഈ MLA-മാർ കെ സി വേണുഗോപാലിന്റെ പക്ഷം പറയുന്നത് MLA-മാരുടെ പിന്തുണ തങ്ങൾക്കാണ് കൂടുതലെന്നാണ്. 47 പേരെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ VD സതീശനൊപ്പം 35 പേരുടെ പിന്തുണ, പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്ക് 28 പേരുടെ പിന്തുണ ഉണ്ടെന്നാണ് കെ സി വേണുഗോപാൽ പക്ഷം അവകാശപ്പെടുന്നത്. മറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അതായത് ഈ AICC നിരീക്ഷകരുമായി ചർച്ച നടത്തിയ ശേഷം ഓരോ ഘടകകക്ഷി നേതാക്കളും പ്രതികരിക്കുന്ന സമയത്ത് ആദ്യം CMP പറഞ്ഞത് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ഒരു നിലപാട് അത് കോൺഗ്രസ് നേതൃത്വം തന്നെ എടുക്കട്ടെ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നു അതിനൊപ്പമാണ് തങ്ങളെന്നാണ് CMPയും RSPയും ഒക്കെ പറയുന്നത്. പക്ഷേ മുസ്ലിം ലീഗാണ് അവിടെ ഒരു നിലപാടെടുത്തത്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മുസ്ലിം ലീഗ് പറഞ്ഞത് ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ അവരുടെ പാർട്ടിയിൽ വിശദമായ ഒരു ചർച്ച നടത്തി. ആ തീരുമാനം തങ്ങൾ AICC നിരീക്ഷകരെ അറിയിച്ചു എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് KC ജോസഫും AICC നിരീക്ഷകരുമായി ചർച്ച നടത്തിയ ശേഷം പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്നും ഒരാൾ മുഖ്യമന്ത്രിയായി വേണം, അത് മാത്രമല്ല ജനവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം വേണം എന്നുള്ള കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് KC ജോസഫ് പറഞ്ഞത്. പക്ഷേ ഇതിനെല്ലാം ശേഷം നമ്മൾ കണ്ട കാര്യം എന്ന് പറയുന്നത് രാത്രിയോടുകൂടി കന്റോൺമെന്റ് ഹൗസിലെത്തി ഈ ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് രാവിലെ അവർ ഇന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി AICC നിരീക്ഷകരെ കണ്ട ശേഷം പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നു അതിനോടൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അർദ്ധരാത്രിയോടുകൂടി നമ്മൾ കണ്ടത് ഈ ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് VD സതീശനുമായി തന്നെ അധികം നേരം തന്നെ ഏകദേശം 1.5 മണിക്കൂറോളം ഈ ഘടകകക്ഷി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് VD സതീശൻ ക്യാമ്പ് കൂടുതൽ ആവേശത്തിലാകുകയും ചെയ്തിട്ടുള്ളത്. അവർ കൃത്യമായി പറയുന്നത് 35 MLA-മാരുടെ പിന്തുണ തങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്. അതുമാത്രമല്ല നിഷ്പക്ഷരായിട്ടുള്ള MLA-മാരുണ്ട്. അവർ കഴിഞ്ഞ ദിവസം AICC നിരീക്ഷകരെ കണ്ടപ്പോൾ, അതായത് KC വേണുഗോപാൽ പക്ഷത്തുണ്ട് എന്ന് പറയുന്നവർ പോലും നിരീക്ഷകരോട് VD സതീശൻ വരട്ടെ എന്നുള്ള അഭിപ്രായം അവർ പങ്കുവച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും
നമുക്ക് ഈ ലഭിക്കുന്ന വിവരം, അതായത് AICC നിരീക്ഷകർ ഇവിടെ നിന്ന് മടങ്ങിയതിനു ശേഷം ലഭിക്കുന്ന വിവരം അനുസരിച്ച് MLA-മാരിൽ കൂടുതൽ പേരും KC വേണുഗോപാലാണ് പിന്തുണ അറിയിച്ചിട്ടുള്ളെങ്കിൽ പോലും ഘടകകക്ഷി നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളും പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയത്ത് നിന്നുള്ള MLA-മാരൊക്കെ തന്നെ VD സതീശന് വേണ്ടി വാദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, കോൺഗ്രസിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നടക്കുന്നത്. അതായത് ഈ പോസ്റ്റർ യുദ്ധത്തിനും ഫ്ലെക്സ് യുദ്ധത്തിനും ശേഷം അണികൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് പല ജില്ലകളിലും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കണ്ണൂരിലും കുറ്റ്യാടിയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് VD സതീശന് വേണ്ടി പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. സമാന സാഹചര്യം ഇന്ന് പല ജില്ലകളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തും ഇന്ന് വൈകുന്നേരത്തോടു കൂടി VD സതീശൻ അനുകൂലികൾ തെരുവിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. അവർ അതിനുവേണ്ടി പല സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ജെൻസി വിഭാഗത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടതാണ്. ജെൻസികൾ വളരെയധികം ഈ VD സതീശൻ വരട്ടെ എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വലിയ രീതിയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പോസ്റ്റർ യുദ്ധത്തിനും ഫ്ലെക്സ് യുദ്ധത്തിനും ഒക്കെ ശേഷം മുഖ്യമന്ത്രി ചർച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളൊരു ചർച്ച തെരുവിലേക്ക് കൂടി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം AICC നിരീക്ഷകർ ഇവിടെ എത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് രാവിലെ കൂടി തന്നെ AICC നേതൃത്വത്തിന് കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ നേതാക്കളെയൊക്കെ തന്നെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന 3 പേരെയും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുക. എന്തായാലും അവർ ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് തിരിക്കുമെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ 3 പേരിൽ നിന്ന്. KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെയുണ്ട്, അതുപോലെ VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് തന്നെ ഡൽഹിക്ക് തിരിക്കുമെന്നുള്ള കാര്യമാണ് അവരുടെ വിശ്വസത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നും നാളെയോടും കൂടി കൊണ്ട് ഈ AICC ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ഞായറാഴ്ച ഉച്ചയോടുകൂടി തന്നെ അക്കാര്യം AICC നേതൃത്വം അറിയിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അമൽ ആൻഡ് ദിൽന. ശരി ജിബിൻ, മുൻപ് VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴാണ് ഈ രീതിയിൽ അണികൾ തെരുവിലിറങ്ങിയ പ്രകടനമായെല്ലാം ഈ തീരുമാനം മാറ്റണം എന്ന രീതിയിലൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നത്. ഒരുപക്ഷെ അതിന് സമാനമായ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. കോൺഗ്രസിന് പുറത്തുള്ള ആളുകൾ കൂടുതൽ അഭിപ്രായം പറയുകയാണ്. ഒരു വലിയ പിന്തുണ ഈ വോട്ടെടുപ്പിന് തൊട്ട് തലേ ദിവസമായിരുന്നു VD സതീശന്റെ ഒരു പോസ്റ്റ് ഉണ്ടായത്, ഈ മോഡിഫിക്കേഷൻ അനുവദിച്ചു കൊടുക്കും എന്ന രീതിയിൽ. അപ്പൊ അതൊക്കെ വലിയ രീതിയിൽ ഈ പുതിയ ആളുകൾ, പുതിയ തലമുറയുള്ള ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതിനപ്പുറത്തോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിച്ചത് VD സതീശൻ എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം, ധാർമ്മികമായ ഒരു ഘടകം അതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.